അപ്പോൾ നമ്മൾ ഇതിൻ്റെ AUM ഗ്രോത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 30%, ഞാൻ പറഞ്ഞില്ല 30% AUM ഗ്രോത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 22%. അതായത് Q1Q നമ്മൾ കമ്പയർ ചെയ്യുന്ന വലിയ കാര്യമല്ല, എന്നാലും ഞാൻ പറഞ്ഞാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്ന് കമ്പനി മാർക്കറ്റ് ഓൾറെഡി അറിയാമല്ലോ, മാർക്കറ്റ് അത്ര വലിയ ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റല്ല, സൈഡ് വേസ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ എന്താണ് സെന്റിമെന്റ്സിന് മുകളിലേക്ക് പോകുമോ താഴേക്ക് പോകുമെന്ന് അറിയാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്നിട്ടും അവരുടെ AUM ഏകദേശം 30%ഓളം ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതേപോലെ കമ്പനിയുടെ റവന്യൂ നോക്കിയാൽ റവന്യൂവിൽ കമ്പനിക്ക് ഏകദേശം 25% ഗ്രോത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ Q3 കഴിഞ്ഞ ഡിസംബറിൽ നിന്ന് ഈ ഡിസംബറിലേക്ക് വന്നപ്പോൾ 25%ഓളം റവന്യൂ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 23% ഗ്രോത്ത്, ഈ ക്വാർട്ടറിൽ 25% ഗ്രോത്ത് ഉണ്ട്. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാൽ കഴിഞ്ഞ ഡിസംബറിൽ നിന്ന് ഈ ഡിസംബറിലേക്ക് 30%ഓളം പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. സോ 25% ആണ് പ്രോഫിറ്റ് ഗ്രോത്തിന്റെ ടാർഗറ്റ്, വിത്ത് 30%ഓളം ഈ ക്വാർട്ടറിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. അതേപോലെ റവന്യൂ 20% അടുത്താണ് ടാർഗറ്റ് എങ്കിൽ കമ്പനി 25%ഓളം റവന്യൂവിലും ഗ്രോത്ത് വന്നിട്ടുണ്ട്. സോ കമ്പനിയുടെ മാനേജ്മെന്റ് ഗൈഡൻസിന് മുകളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എല്ലാ ക്വാർട്ടറിലും. ഇപ്പോൾ കമ്പനിയുടെ റിസൾട്ട്